ഹലോ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും സുഖായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു. ഇന്ന് ഏപ്രിൽ 17, 2025 പെസഹ ദിവസാണ്. പെസഹായ്ക്ക് ഞങ്ങള് അപ്പവും പാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് വിചാരിച്ചു. ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മള് അതിനൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ. പെസഹാപ്പം ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറയുകയാണെങ്കില് ഞാൻ അരി എടുത്തത് നമ്മുടെ ഇഡ്ഡലിയരിയാണ് എടുത്തത്. അപ്പൊ ഇഡ്ഡലിയരീന്റെ ഒരു എമൗണ്ട് എന്ന് പറയുകയാണെങ്കില് 3 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. പിന്നെ അതിനായിട്ട് ഒരു പിടുത്തം ഉഴുന്നാണ് എടുത്തത്. ഉഴുന്ന് ഞാൻ എടുത്തത് പച്ച ഉഴുന്ന് അതേപടി അരയ്ക്കുകയല്ല ചെയ്തത്. അതിന് പകരമായിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ വറുത്തിട്ട് അത് വെള്ളത്തിലിട്ട് ആക്കുകയാണ് ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളങ്ങനെ വറുത്തിട്ട് ആക്കുവാണെങ്കിൽ ആ ഒരു ഉഴുന്നിന്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചുമന്നുള്ളി അതായത് ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് കുറച്ച് ഒരു 2ഓ 3ഓ അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ജീരകമാണ്. പിന്നെ തേങ്ങ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നെന്ന് പറയുന്നത് ഉഴുന്നും ഒന്ന് നമ്മള് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഉഴുന്ന് അധികം ഭയങ്കരമായിട്ട് നൈസ് ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഒന്ന് കടിക്കുന്ന ഒരു പരുവമാണ് നമുക്ക് നല്ലത്. പിന്നെ ഞാൻ അരിപ്പൊടി ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട അത് 2ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതായത് ഞാൻ 2 അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഉണക്കപ്പവും പിന്നെ ഒന്ന് സാദാ നമ്മുടെ കുരിശപ്പവുമാണ്. കുരിശപ്പത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു. ഇനി മറ്റേ അപ്പത്തിനും ആ സെയിം മാവ് തന്നെയാണ് എടുത്തത്. അപ്പൊ അത് 2ആയിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പൊ ഉണക്കയപ്പത്തിനുള്ളത് മാറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ കുരിശപ്പത്തിനുള്ളതും മാറ്റി വെച്ചു. അപ്പൊ ആയിട്ട് നമ്മുടെ ഇഡ്ഡലിയുടെ അല്ലെങ്കിൽ വട്ടയപ്പത്തിന്റെ ഒക്കെ ഒരു പാകമുണ്ടല്ലോ ആ വെള്ളത്തിന്റെ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു. കുരിശപ്പം ഉണ്ടാക്കണതിന് ഭാഗമായിട്ട് നമുക്ക് പള്ളീന്ന് കിട്ടിയ കുരുത്തോലയുടെ ഒരു ഭാഗമെടുത്ത് നമ്മൾ കുരിശാകൃതിയിൽ വെച്ചിട്ട് നമ്മൾ അപ്പം സെറ്റാക്കാൻ തുടങ്ങി. നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ കുരിശപ്പത്തിന്റെ കാര്യമൊക്കെ ഓക്കെ ആയി. ഇനി അത് വെന്താ മതി. ഇനി നമ്മള് മറ്റേ ആദ്യം പറഞ്ഞ ഉണക്കയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മള് എണ്ണ അത്യാവശ്യം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മള് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചുമന്നുള്ളി ആഡ് ചെയ്യണം. ചുമന്നുള്ളി വേണം. പിന്നെ അതുപോലെ കറിവേപ്പില വേണം. പിന്നെ തേങ്ങ നമ്മള് ചെറുതായിട്ട് അരിഞ്ഞത് വേണം. ഇപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പൊ ആദ്യം നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം നമ്മള് തേങ്ങ ഇട്ടു. തേങ്ങ എന്തോരം ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പൊ തേങ്ങ കുറച്ച് ജസ്റ്റ് ഒന്ന് ആയി വരാറായപ്പം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ടു. ആഡ് ചെയ്തു. പിന്നെ അതും ആയതിനു ശേഷം പിന്നെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി. ആ മാറിയ സംഭവം നമ്മളെടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ മാറ്റി വെച്ച ആ മാവിന്റെ ഉള്ളിലേക്ക് അത് നമ്മള് ഈ സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ട്ടോ. ഉപ്പിന്റെ കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മള് മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പരുവം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. നമുക്കിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് ആക്കുമ്പോ ഒരു അടയുടെയൊക്കെ ഒരു പാകമില്ലേ? നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ആക്കുന്നെ. ആ ഒരു പാകത്തിനാണ് ഇതിന്റെ ഒരു വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത്. നാട്ടിലൊക്കെ ആണെങ്കില് 2 സ്ഥലത്തും അതായത് മേളിലും താഴെയും നമ്മള് തീ കനലിട്ടിട്ടാണ് നമ്മള് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കുന്ന ഇതെടുത്തിട്ട് പാൻ എടുത്തിട്ട് നമ്മള് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മള് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മള് ഇട്ട് ഇങ്ങനെ ആക്കുവാണ് ചെയ്തത്. പിന്നെ മേളില് കുറച്ച് അധികം എന്താ പറയാ അധികം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മേളില് കുറച്ച് എണ്ണയൊന്ന് തൂകുന്നത് നല്ലതായിരിക്കും. അങ്ങനെ 2 പുറവും അത്യാവശ്യം മൊരിഞ്ഞ് നമ്മള് മറച്ചിട്ട് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അപ്പവും റെഡിയായി. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പാലാണ്. അപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് ഗൃഹനാഥനാണ് വീട്ടില് പാലുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെല്ലം, പിന്നെ ചുക്ക്, പിന്നെ ഏലക്കയും ജീരകമൊക്കെ ഒന്ന് പൊടിച്ചിട്ട് അത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ അരിപ്പൊടിയും കുറുക്കാനുള്ള അരിപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേശം ഉപ്പും കൂടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്നിട്ടുള്ള കുരുത്തോലയും അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ പെസഹാപ്പാൽ റെഡിയായി. നാട്ടിലായാലും വീട്ടിലായാലും നമ്മുടെ സെലിബ്രേഷൻസ് എല്ലാം അതായത് നമ്മുടെ ആഘോഷങ്ങള്, കൾച്ചറുകള് അതൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോ ഒക്കെ നമ്മള് റീക്രിയേറ്റ് ചെയ്യാ. സംഭവം നാട്ടില് ഈ ദിവസവും അതുപോലെ തന്നെ ഓശാന ഞായറും ഈസ്റ്ററൊക്കെ വരുമ്പോ നമുക്ക് വലിയ ചടങ്ങുകളൊക്കെ തന്നെ ആണെങ്കിലും നമ്മളതില് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇൻവോൾവ് ചെയ്തിരുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലെ കാരണവരാണ് മെയിനായിട്ട് ഇതിന്റെ കാര്യങ്ങളും അതെല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അപ്പോഴൊന്നും തോന്നാത്തൊരു പ്രത്യേക ഒരു ഫീല് നമ്മളന്നെ നമ്മുടെ വീട്ടില് ഇതൊക്കെ ഉണ്ടാക്കി നമ്മളന്നെ മുൻകൈ എടുത്ത് അത് മുറിച്ച് അത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്തത് ഭക്ഷിക്കുമ്പോഴും വേറെ ആരും നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്യാതെ നമ്മളന്നെ മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ.